സിനിമയിൽ ഏറ്റവും കൂടുതൽ ദിവസം തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ച 10 ചിത്രങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. നമ്പർ 1, ഗോഡ് ഫാദർ. 1991-ൽ ഇറങ്ങിയ ചിത്രം ഒരു ആക്ഷൻ കോമഡി ഡ്രാമ ഫിലിമാണ്. സിദ്ദിഖ് ലാൽ ആണ് ഇതിന്റെ സംവിധായകൻ. NN പിള്ളൈ, മുകേഷ്, തിലകൻ, ഇന്നസെന്റ്, കനക, ജഗദീഷ്, സിദ്ദിഖ്, KPC ലളിത എന്നിവരാണ് ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. 404 ദിവസമാണ് ചിത്രം തിയേറ്ററിൽ ഓടിയത്. നമ്പർ 2, ഒരു വടക്കൻ വീരഗാഥ. ഹരിഹരൻ സംവിധാനം ചെയ്ത് 1989-ൽ പുറത്തിറങ്ങിയ ഒരു എപ്പിക് ഹിസ്റ്റോറിക്കൽ ഡ്രാമ ഫിലിമാണ് ഒരു വടക്കൻ വീരഗാഥ. തിയേറ്ററിൽ 375 ദിവസം ഓടി. നമ്പർ 3, ചിത്രം. 1988-ൽ പുറത്തിറങ്ങിയ ഒരു കോമഡി ഫിലിമാണ് ചിത്രം. പ്രിയദർശനാണ് ഇതിന്റെ സംവിധായകൻ. മോഹൻലാൽ, രഞ്ജിനി, നെടുമുടി വേണു, ലിസി, ശ്രീനിവാസൻ, മണിയമ്പിള്ള രാജു എന്നിവരാണ് ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. 366 ദിവസം ചിത്രം തിയേറ്ററിൽ ഓടി. നമ്പർ 4, കിലുക്കം. 1991-ൽ ഇറങ്ങിയ ചിത്രം ഒരു കോമഡി ഡ്രാമ ഫിലിമാണ്. പ്രിയദർശനാണ് സംവിധായകൻ. മോഹൻലാൽ, ജഗതി ശ്രീകുമാർ, രേവതി, തിലകൻ, ഇന്നസെന്റ് എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത്. 365 ദിവസം ചിത്രം തിയേറ്ററിൽ ഓടി. നമ്പർ 5, മണിച്ചിത്രത്താഴ്. 1993-ൽ ഇറങ്ങിയ സൈക്കോളജിക്കൽ ഹൊറർ ഫിലിമാണ് മണിച്ചിത്രത്താഴ്. ഫാസിലാണ് ഇതിന്റെ സംവിധായകൻ. മോഹൻലാൽ, സുരേഷ് ഗോപി, ശോഭന എന്നിവരാണ് ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. 365 ദിവസമാണ് ചിത്രം തിയേറ്ററുകളിൽ ഓടിയത്. നമ്പർ 6, ആകാശദൂത്. 1993-ൽ റിലീസായ ഒരു ഫാമിലി ഡ്രാമ ഫിലിമാണ് ആകാശദൂത്. സിബി മലയിലാണ് സിനിമയുടെ സംവിധായകൻ. മാധവി, മുരളി എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 365 ദിവസം ഈ ചിത്രം തിയേറ്ററുകളിൽ ഓടി. നമ്പർ 7, ഹിറ്റ്ലർ. 1996-ൽ റിലീസായ ഒരു ആക്ഷൻ കോമഡി ഫിലിമാണ് ഹിറ്റ്ലർ. സിദ്ദിഖ് ആണ് സംവിധായകൻ. മമ്മൂട്ടി, മുകേഷ്, ശോഭന എന്നിവരാണ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 300 ദിവസമാണ് ചിത്രം തിയേറ്ററുകളിൽ ഓടിയത്. നമ്പർ 8, തേന്മാവിൻ കൊമ്പത്ത്. ഇതൊരു റൊമാൻറ്റിക് കോമഡി ഫിലിമാണ്. പ്രിയദർശനാണ് സംവിധായകൻ. മോഹൻലാൽ, ശോഭന, നെടുമുടി വേണു എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത്. ചിത്രം 250 ദിവസം തിയേറ്ററുകളിൽ ഓടി. നമ്പർ 9, വാത്സല്യം. 1993-ൽ ഇറങ്ങിയ ഒരു ഡ്രാമ ഫിലിമാണ് വാത്സല്യം. കൊച്ചിൻ ഹനീഫയാണ് സിനിമയുടെ സംവിധായകൻ. മമ്മൂട്ടി, സിദ്ദിഖ്, ഗീത, ജനാർദ്ദനൻ, സുനിത, കവിയൂർ പൊന്നമ്മ എന്നിവരുടെ നീണ്ട താരനിര തന്നെ സിനിമയിലുണ്ട്. 255 ദിവസമാണ് തിയേറ്ററിൽ ചിത്രം പ്രദർശിപ്പിച്ചത്. നമ്പർ 10, വിയറ്റ്നാം കോളനി. സിദ്ദിഖ് ലാലിന്റെ സംവിധാനത്തിൽ 1992-ൽ പുറത്തിറങ്ങിയ ഒരു കോമഡി ഡ്രാമ ഫിലിമാണ് വിയറ്റ്നാം കോളനി. മോഹൻലാൽ, ഇന്നസെന്റ്, കനക എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 200 ദിവസത്തിൽ കൂടുതൽ തിയേറ്ററുകളിൽ ഈ സിനിമ സജീവമായി. 200 ദിവസങ്ങളിൽ കൂടുതൽ തിയേറ്ററുകളെ സജീവമാക്കിയ ഒരുപാട് ചിത്രങ്ങൾ ഇനിയുമുണ്ട്. ആ ചിത്രങ്ങളെ കുറിച്ച് കൂടുതൽ അറിയുന്നവർ കമന്റ് ചെയ്യുക. കൂടുതൽ സിനിമാ വിശേഷങ്ങൾ കാണുവാനായി മോളിവുഡ് ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.